A24 ബാക്ക് റൂംസ് എന്നുള്ള സിനിമ ഏർലി പ്രീമിയർ ഉണ്ട് എൻ്റെ അഭിപ്രായമാണ് ഞാൻ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യുന്നത്. ബാക്ക് റൂംസ് ബൈ A24. ആ ഒരു സംഭവം മാത്രം മതി A24 ഈ പടം കാണാനായിട്ട്. ഡയറക്റ്റഡ് ബൈ കെയ്ൻ പാർസൺസ്, സ്റ്റാറിങ് ചിവറ്റിയൽ എജിഫോർ ആൻഡ് റെനറ്റ് റെൻസ്വി. ഇത് കൂടാതെ 3 പേരും കൂടെ ഉണ്ട്. മോനെ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇത് വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ്. ഈ കാണുന്ന ചിവറ്റിയൽ എജിഫോർ എന്ത് എക്സ്പ്രഷൻ ഇട്ട് നിൽക്കണം ആ അവസ്ഥയിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കിളി പാറി. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കിളി അങ്ങോട്ട് പറന്ന്. എന്തിപ്പോൾ സംഭവിച്ചേ? ആരിപ്പോൾ പടക്കം പൊട്ടിച്ചേ? അങ്ങനത്തെ അവസ്ഥയിലിരിക്കണം. ചില സമയത്ത് ഇത്തരം സിനിമകൾ കുഴപ്പിച്ച് കളയും നമ്മളാണ്. ഞാൻ സിനിമ കണ്ടതിന് ശേഷം വീട്ടിലെത്തണ വരെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. എന്തിപ്പം നടന്നത്? കാരണം ഈ സിനിമ ഫസ്റ്റ് വാച്ചിൽ തന്നെ മനസ്സിലാക്കാൻ ഇച്ചിരി പാടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു രീതിയിലാണ് പടം എൻഡ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇതൊരു സൈക്കോളജിക്കൽ സൈഫൈ ഹൊറർ സിനിമ കൂടിയാണ്. ഹൊറർ എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേക രീതിയിലാണ്. ഇതിൻ്റെ ഡൈമെൻഷണൽ ഹൊറർ എന്നൊക്കെ പറയണം, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഇതിപ്പോൾ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ള ഒരവസ്ഥയിൽ പോയി. അവസാനത്തെ 10 മിനിറ്റ് ജെയിംസ് മാനാണ് പ്രൊഡ്യൂസർ, ഷോൺ ലെവി, അങ്ങനെ കൊണ്ടമാൻ ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് റൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഡയറക്ടർ കെയ്ൻ പാർസൺസിൻ്റെ ഒരു സീരീസ് ഉണ്ടായിരുന്നു. ആ സീരീസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം. അത് A24 ബാക്ക് ചെയ്ത് സിനിമയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഇത് കൂടെ ദ ബാക്ക് റൂംസ് എന്ന് പറഞ്ഞ ഗെയിമുണ്ട്, സ്റ്റീമിൽ അവൈലബിൾ ആണ്. ആ ഗെയിം കളിച്ചാൽ തന്നെ നിങ്ങളുടെ കിളി മാറുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഗെയിം ആദ്യം കയറി കളിക്കരുത്, പകരം ഈ ഒരു സിനിമ കാണുകയെന്ന് ഞാൻ പറയുകയാണ്. A24 ആണ്, ക്വാളിറ്റി സ്റ്റഫാണ്, ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ ആണ്, കിണ്ണം കാച്ചി മ്യൂസിക് ആണ് സിനിമയുടെ. ഈ സിനിമയുടെ മ്യൂസിക്, സൗണ്ട് മിക്സ് ഒക്കെ വിഷയമായിരുന്നു. ഭയങ്കര രസമായിരുന്നു ഇത് കാണാനായിട്ട്. ഞാൻ കണ്ടത് ഫോർമോൾ സ്ക്രീൻ 1ലാണ്, ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ സ്ക്രീനാണ്. സ്ക്രീൻ നിറഞ്ഞാണ് കണ്ടത്. 1.85:1 ആസ്പെക്ട് റേഷ്യോയും. ഇത് കൂടാതെ ഈ സിനിമയിൽ ഫൗണ്ട് ഫുട്ടേജ് ഒരു പരിപാടിയുണ്ട്. അത് 1.33:1 അത് കാണിക്കുന്നത്. അത് അവർ ഡൗൺഗ്രേഡ് ചെയ്ത് ഫുട്ടേജ് പഴയ കാലഘട്ട കാസറ്റ് പ്ലെയർ പോലെ അല്ലെങ്കിൽ പഴയ കാലഘട്ട ഹാൻഡിക്യാം പോലെ കാണിച്ചിരിക്കുകയാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫുട്ടേജ് എടുത്തിട്ട് അതിനെ കംപ്രസ് ചെയ്ത് പിക്സലേറ്റഡ് ആക്കിയൊക്കെ ചെയ്തിരിക്കുന്ന ആ ഒരു പഴയ സ്കീമിൽ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയുണ്ട്. മാത്രമല്ല ഈ സിനിമയുടെ സൗണ്ടാണ്, സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് പ്രൊഡക്ഷൻ വാല്യൂ, എൻ്റെ മോനെ അന്യായ സെറ്റ് എന്നാണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ സെറ്റ് ഏതാ, VFX ഏതാ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ, ഗ്രീൻ സ്ക്രീൻ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലൊക്കെ ഒരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ആർട്ട് വർക്ക് അറ്റ് സ്പീക്ക് എന്നുള്ള ഒരു സീനാണ്. ഈ സിനിമക്ക് മിക്കവാറും ആർട്ട് വർക്കിന് എല്ലാ അവാർഡ്സും കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. കാരണം അമ്മാരി ഒരു ആർട്ട് വർക്ക് ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ, എനിക്ക് ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ 2-3 സംഭവങ്ങളൊക്കെ VFX ആണെന്ന് തോന്നി. ഇനിയിപ്പോൾ അത് VFX കൂടാണ്ട് മറ്റേ SFX ചെയ്ത് വെച്ചേക്കണമെന്നും എനിക്ക് ഡൗട്ടുണ്ട്. റോബോട്ടിക്സ് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പറയാൻ പറ്റില്ലടേ. അങ്ങനത്തെ ലെവലിൽ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട് ഈ പടത്തിന്. പിന്നെ ഞാൻ പറയാം, പടം മൈൻഡ് ഫക്ക് പടമാണ്. ഈ പടം കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ എന്തോന്നല്ലേ ഇത്, അങ്ങനത്തെ സീനായിരുന്നു. പക്ഷേ ഇവിടെ കിടിലം പടമായിട്ടാണ് ഫീൽ ചെയ്തത്. എന്നെ സംബന്ധിച്ച് കിടിലം പടമാണ്. പക്ഷേ ഞാൻ ആലോചിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഡയറക്ടറിൻ്റെ പ്രായം, ഹിസ് ജസ്റ്റ് 21 years old now. ഈ സിനിമ എടുത്തത് 20 years ആണ്. ആള് സീരീസ് എടുത്ത് വെച്ചത് എന്തോ ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് ചെയ്ത ടൈമിലാണ്. എന്നെ തലയുടെ ഇവൻ്റെന്നായിപ്പോയി എനിക്ക്. എന്തൊരു വിഷൻ, ഒയ്യോ മൈൻഡ് ബ്ലോയിങ് ഡേ. ഇത് മനസ്സിലാക്കാൻ പറ്റാത്തത് തന്നെ ഒരു രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ ഒന്നുകൂടി കാണാൻ തോന്നുന്നതാണ്. അങ്ങനത്തെ, അതായത് ഇത് ഒരു വാച്ചിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു പടമായിട്ടല്ല എനിക്കിത് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരുപാട് എന്നെക്കാളും ഭയങ്കര ഐക്യമൊക്കെ ഉള്ള പല കാര്യങ്ങളും ഡീകോഡ് ചെയ്യുന്ന ടീമുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ ഒരു വാച്ചിൽ പറ്റിയേക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഇത് അത്ര പെട്ടെന്ന് ചുരുളഴിക്കാൻ പറ്റിയ ഇതിൻ്റെ ബേസ് കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ അതല്ല, ഇതിൽ ദർ സംതിങ് ഡീപ്പ്. ഇതിനകത്തൊരു പെർട്ടിക്കുലർ സീനിൽ ഒരു ഇമേജ് കാണിക്കും, ഒരു മതിൽ കാണിക്കാം. ആ മതിലിൽ ഈ സിനിമയുടെ മെയിൻ കഥ കിടപ്പുണ്ട്. അതൊക്കെ ഇനി രണ്ടാമതിരുന്ന് കാണുമ്പോൾ വേണം അതൊക്കെ ഇരുന്ന് ഡീകോഡ് ചെയ്യാന്നുള്ള ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഇത് ഈ പടം ഒരേ വാച്ചിൽ ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ലേയേഴ്സ് ഉണ്ട്, എന്തായാലും ഡെഫിനറ്റ്ലി കുറേ ലേയേഴ്സ് ഉള്ള പടമാണ് മോനെ. ഇത് OTT വന്നു കഴിയുമ്പോൾ കുത്തിയിരുന്ന് ഓരോ ഫ്രെയിമൊക്കെ ഇരുന്ന് നോക്കേണ്ടി വരും. ഇതിനെപ്പറ്റി ഇഷ്ടം പോലെ എക്സ്പ്ലനേഷൻ വീഡിയോസ് യൂട്യൂബിലൊക്കെ വരും, സോഷ്യൽ മീഡിയയിലൊക്കെ. കാരണം അന്തമാതിരി ഒരു പടമാണിത്. ഈ നോളനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ടൈപ്പ് പടമാണിത്. ഇതിങ്ങനെ അങ്ങനെയാണ് ഈ സിനിമ പോകുന്നത്. എന്തായാലും A24 വൺ ഓഫ് ദ ഫൈനസ്റ്റ് മൂവീസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ഷൻ ക്വാളിറ്റി
ഇൻ ടേംസ് ഓഫ് ആക്ടിങ് ആയാലും എല്ലാം അടിപൊളിയായിട്ട് 2 പേരും കിടുവായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ വേറെ 3 പേരും കൂടി ഉണ്ട്. അയ്യോ അത് പൊളി. ഒന്ന് മറ്റേ നമ്മൾക്ക് പരിചയമായിട്ടുള്ള ഒരു നടനാണ് മാർക്ക് ഡുപ്ലസ്, അതുപോലെ ഫിൻ ബെന്നറ്റ് എന്ന് പറഞ്ഞ ഒരു ആളും ലുക്കീറ്റ മാക്സ്വെൽ എന്ന് പറഞ്ഞ ഒരു നടിയും അഭിനയിച്ചത്. ഈ ലുക്കീറ്റ മാക്സ്വെൽ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടെയാണെന്ന് മനസ്സിലാവും പെട്ടെന്ന് കിട്ടണം. വോട്ടെവർ. എന്തായാലും കിടിലം പടമാണ്, മിസ് ചെയ്യരുത്. ഞാൻ കണ്ടത് പ്രീമിയർ ഷോ ആണ് നാളെ, അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ദിവസം ഫ്രൈഡേ ആണ് ഇത് ഒഫീഷ്യൽ റിലീസ് ചെയ്യണത്. ഞാൻ തേഴ്സ്ഡേ നൈറ്റ് പ്രീമിയർ ഷോ ആണ് ഞാൻ കണ്ടത്. മോന് കിടിലം. ഈ പടം ഓൾറെഡി എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുന്നേ എന്തോ റിലീസായതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മെയ് 29 റിലീസായതാണ്. നമ്മളിവിടെ ഇപ്പോൾ ജൂൺ 12 റിലീസാവുന്നത്. ബഡ്ജറ്റ് 10 മില്യനും ബോക്സ് ഓഫീസ് നേടിയിരിക്കുന്നത് 221 മില്യനാണ്. മോനെ A24 ജസ്റ്റ് കുക്ഡ് എന്നുള്ള പറയേണ്ടി വരും. എന്തായാലും കെയ്ൻ പാർസൺസ് മാൻ, യു ജസ്റ്റ് മെയ്ഡ് ഫാൻറ്റാബുലസ് മൂവി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കിടിലം പടം. പക്ഷേ കുറേ ഉണ്ട്, ഇനിയും ചുരുളഴിയാൻ കുറേ ഉണ്ട്. അതെന്തായാലും ഒന്നിൽ കൂടുതലാണ് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ഫീലിംഗ് നൽകിയ ഒരു പടം. എന്നെ സംബന്ധിച്ചിട്ട് കിടിലം വാച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആകെ ഇഷ്ടപ്പെടാനൊരു കാര്യം ഉണ്ടെങ്കിൽ ഈ സിനിമ കാണാൻ വന്ന കൂട്ടത്തിൽ ഒരു പരനാറിയ അപരാധി ഉണ്ടായിരുന്നു. ഒരു നോർത്ത് ഇന്ത്യൻ ഒരുത്തൻ. അവൻ സിനിമ തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങണം അവൻ്റെ കോണാത്തിലെ ഫോം വിളി. ഞങ്ങൾ അവസാനം കുറേ പേര് എതിർത്ത് സംസാരിച്ച് ആൾ നിർത്തി. പക്ഷേ ഇങ്ങനെയുള്ളവന്മാർ എന്തിനാണ് തിയേറ്ററിൽ കെട്ടിയെഴുന്നള്ളി വരണതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതും പ്രീമിയർ ഷോ ഒക്കെ. എനിക്ക് അവൻ വെറുതെ വന്ന വഴിക്ക് അവിടെ ഏതെങ്കിലും പടത്തിന് കയറണം, ഹൊററാണെന്നും പറഞ്ഞ് കയറിയാന്നുണ്ട്. ഇവനെ കൊണ്ട് തൊല്ല. അവൻ്റെ ബിസിനസ്സും പിണ്ടോ ഒക്കെ ഇരുന്ന് ഫോണിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണായിരുന്നു. അവൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടുകാർക്ക് വരെ ഇറിറ്റേഷനായി തോന്നിയ അവസ്ഥയായിരുന്നു. അവസാനം എല്ലാവരും കൂടി ചേർത്ത് പറഞ്ഞ് എന്താണെന്നൊക്കെ 2 തവണ ചോദിച്ചു. ആദ്യത്തെ തവണ ഒരു തവണ ചോദിച്ചപ്പോൾ നിർത്തിയ, പിന്നെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ തുടങ്ങി. അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമയിലെ പാർട്ട് വരുമ്പോഴാണ് ഇവൻ ഫോണിൽ തൊലിക്കാൻ നേരം. ഇങ്ങനെ കുറേ ലവലാദികൾ വരും ഈ ഹൊറർ പടത്തിൻ്റെ കേസിൽ. ഒരു ബോധമില്ലാത്ത കുറേ മൊണ്ണേഷുകൾ. ഒന്നെങ്കിൽ മെല്ലെ സംസാരിക്കുക, അല്ലെങ്കിൽ പുറത്തു പോവുക. ബേസിക് സിവിക് സെൻസ് പോലും ഇല്ലാത്ത കുറേ പരനാറികൾ. അത് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണ് അത്ര ഷോക്ക് വരുന്നത്. എല്ലാവരും ഓൾമോസ്റ്റ് ഒരു 90% ഓഫ് ദ ഓഡിയൻസ് പ്രതികരിച്ച് അങ്ങനത്തെ സീനായിരുന്നത്. എനിവേസ് അത് പറയാതിരിക്കാൻ വയ്യടെ. അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെടാതെ ഉള്ളൂ ഇന്നിപ്പോൾ പോയ എൻ്റെ എക്സ്പീരിയൻസിൽ. ബാക്കി എല്ലാം കൊണ്ട് കിടും. പിന്നെ ഈ സിനിമയൊക്കെ ആയിരുന്നു PXL ഇടേണ്ടത്. ഓയ്യോ, PXL പെർഫെക്റ്റ് റേഷ്യോ ആണ് 1.85:1. PXL കാണാൻ പറ്റിയ പെർഫെക്റ്റ് റേഷ്യോ. എന്തായാലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക എന്ന് ഞാൻ പറയും. കിടിലം പടമായിട്ടാണ് എനിക്ക് ഫീൽ ആയത് കേട്ടോ. പിന്നെ സ്ലോ ബോണ്ടറാണ്, ക്ഷമ വേണം. പക്ഷെ എനിക്ക് പേഴ്സണലി വർക്കായി, കിടിലം പടമായിട്ട് ഫീലായി. അപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. ശരി, എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.